ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത് ഇരിഞ്ഞാലക്കുട ചെമ്മണ്ട സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണ്. ഇത് പഴനി മുരുകൻ്റെ അതേ ഇതിൽ തന്നെ അഭിമുഖമായിട്ടിരിക്കുന്ന ഒരു ക്ഷേത്രമാണ്. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ മനസ്സിലാവും. 1000 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഒരു അമ്പലമാണ്. ഇതിൻ്റെ പുനരുദ്ധാരണം ഇപ്പം അവിടെ തുടക്കം കുറിച്ചിട്ടുണ്ട്. അത് ഒരു വശത്ത് തുടങ്ങി പണി നടക്കുവാണ് ചെറുതായിട്ട്. അതിന് സംഭാവനകളൊക്കെ ചെയ്യുന്നവർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണിപ്പോൾ. പിന്നെ അവിടെ ഒരു മഹായാഗം നടക്കുന്നുണ്ട്. അത് നരസിംഹസ്വാമിയുടെ ലക്ഷ്മി നരസിംഹസ്വാമിയുടെ ഒരു യാഗമായിരുന്നു ഞങ്ങൾ പോയപ്പോൾ ഉണ്ടായിരുന്നത്. അത് വളരെ നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അങ്ങനെ ഒരു നാട്ടിൻപുറത്തുള്ളൊരു നല്ലൊരു പഴയ ക്ഷേത്രത്തിൽ ഇങ്ങനെ ഒരു ഇത് കണ്ടപ്പോഴേക്കും ഞങ്ങൾക്ക് വളരെ സന്തോഷമായി. അവിടുത്തെ മരങ്ങളും മതിലുകളും എല്ലാം തന്നെ വളരെ പുരാതനമായിട്ടുള്ളതൊന്നും നമുക്ക് ഒത്തിരി ഹിസ്റ്ററി കഴിഞ്ഞു പോയതായിട്ടുള്ള ഒരു അമ്പലമായിട്ട് തോന്നി. എന്തായാലും ഞങ്ങൾക്ക് ഇതിന് കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞങ്ങൾ എറണാകുളത്ത് നിന്നും ഇരിഞ്ഞാലക്കുടയിലേക്ക് പോയി. തൃശ്ശൂർക്ക് പോകാൻ ആ വഴിയിലാണ്. നിങ്ങൾക്ക് അറിയാൻ പറ്റും, ചെമ്പണ്ട എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും. ഞാൻ ഇതിൽ അതിൻ്റെ ചില ക്ലിപ്പിങ്സ് കാണിക്കുന്നുണ്ട്, അമ്പലത്തിൻ്റെ ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് അത് വേണമെങ്കിലും കോൺടാക്റ്റ് ചെയ്യാനോ എന്ത് വേണമെങ്കിലും പറ്റും. എനിക്കിതുപോലുള്ള ഒരു ഇതിലൂടെയാണ് ഞാനിത് അറിഞ്ഞ് ഞാനിപ്പോൾ ഇന്നിപ്പോൾ അമ്പലത്തിൽ പോയിട്ട് വന്നു. അതിൻ്റെ കൂടെ കുറച്ച് നല്ല അനുഭവങ്ങളും സന്തോഷമൊക്കെ ഞങ്ങൾക്കും കിട്ടിയായിരുന്നു. ചെറിയ കുറച്ചിതായിട്ട് ഞങ്ങളും അതിലൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തായിരുന്നു. എന്തായാലും ഇതൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്. ഇത് അഭിഷേകത്തിനുള്ള കലശം എടുത്ത് വച്ചിരിക്കുന്നതാണ്. അതാണ് ഇതിനകത്ത് ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നത്. പിന്നെ അപ്പുറത്ത് നല്ല യാഗങ്ങളൊക്കെ ഒരുപാട് നടക്കുന്നുണ്ട്. ധന്വന്തരി ഹോമം ഉണ്ടായിരുന്നു, നവഗ്രഹ ഹോമം ഉണ്ടായിരുന്നു, ലക്ഷ്മി നരസിംഹമൂർത്തിയുടെ ഹോമവും ഉണ്ടായിരുന്നു. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ ഫ്രണ്ട്സ്.